ഏറനാട് മീഡിയ വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. ടൗണിൽ കർശന പരിശോധനയുമായി പാണ്ടിക്കാട് പോലീസ്. നിയമം ലംഘിക്കുന്നവർക്കെതിരെയും രേഖകളില്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെയും ശക്തമായ നിയമ നടപടിയാണ് പാണ്ടിക്കാട് പോലീസ് സ്വീകരിക്കുന്നത്. രാവിലെ ഈ സമയത്തിനകം 30ഓളം വാഹനങ്ങളാണ് പാണ്ടിക്കാട് പോലീസ് നിയമലംഘനത്തിൻ്റെ പേരിൽ പിടിച്ചെടുത്തത്. ജീപ്പ്, കാറ്, ഓട്ടോറിക്ഷ, ബൈക്കടങ്ങി 30ഓളം വാഹനങ്ങളാണ് ഈ സമയത്തിനുള്ളിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും കർശന പരിശോധനയുമായി മുന്നോട്ട് പോകുമെന്നും കോവിഡ് വ്യാപനം രൂക്ഷമാവുന്ന ഈ സമയത്ത് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പോലീസിനോട് സഹകരിക്കണമെന്നും പോലീസ് അറിയിക്കുന്നു. പാണ്ടിക്കാട് പഞ്ചായത്തിലെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പാണ്ടിക്കാട് പോലീസ് ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി പരിശോധന കർശനമാക്കിയത്. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെയും രേഖകളില്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടികളാണ് പാണ്ടിക്കാട് പോലീസ് സ്വീകരിക്കുന്നത്. പാണ്ടിക്കാട് ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി പോലീസിന്റെ കർശന പരിശോധനയുടെ ഭാഗമായി ഉച്ചയ്ക്ക് മുൻപായി തന്നെ കാർ, ജീപ്പ്, ഓട്ടോറിക്ഷ, ബൈക്കുകൾ തുടങ്ങി 30ഓളം വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ അമൃതരംഗൻ പറയുന്നു. നമ്മൾ രാവിലെ മുതൽ അനാവശ്യമായിട്ട് ഇറങ്ങുന്നതും നിയമം തെറ്റിച്ചിറങ്ങുന്നവരെ ബന്ധപ്പെട്ട് പിടിച്ചിട്ടെടുക്കുന്ന വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് മേലുദ്യോഗസ്ഥരോടും കൂടെ ചർച്ച ചെയ്തിട്ട് നിയമപരമായി എന്തൊക്കെ ചെയ്യാമെന്നുള്ള നടപടി അതിനുശേഷം സ്വീകരിക്കുന്നതാണ്. സാർ, ഇന്ന് മാത്രം പിടിച്ച വണ്ടികളാണ്? ഇന്ന് രാവിലെ മുതൽ തുടങ്ങി ഓപ്പറേഷനിൽ പിടിക്കുന്നതാണ്. ഏകദേശം 20-25 വണ്ടിയുണ്ട്. കാറ്, ജീപ്പ്, ഓട്ടോറിക്ഷ, ബൈക്ക് ഉൾപ്പെടെ 30ൻ്റെ അടുത്തുണ്ട് വണ്ടികൾ. ഈ കനത്ത ചൂടിലും 24 മണിക്കൂറും സേവന സജ്ജരായ പാണ്ടിക്കാട് പോലീസിന്റെ പരിശ്രമത്തിനിടയിലും ജനങ്ങളുടെ സഹകരണവുമായി വരും ദിവസങ്ങളിൽ ഈ കോവിഡ് എന്ന മഹാമാരിയെ ചെറുത്തുതോൽപ്പിക്കാനാവുമെന്ന വിശ്വാസത്തോടെ പാണ്ടിക്കാട് ടൗണിൽ നിന്നും ഏറനാട് മീഡിയ വിഷന് വേണ്ടി റിപ്പോർട്ടർ ധനേഷ് പാണ്ടിക്കാട്.